പ്രിയരെ, നമ്മൾ മലേഷ്യയിലെ ക്രാബ് ഐലൻഡിലേക്ക്, ഞണ്ട് ദ്വീപിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ മലേഷ്യയിലെ ഗുലാബ് ഘട്ടം ക്രാബ് ഐലൻഡിലേക്കുള്ള യാത്രയാണ്. ബോട്ട് കയറിക്കൊണ്ട് പോവാണ്. ക്രാബ് ഐലൻഡിലേക്കുള്ള യാത്ര ഇതാ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 1 മണിക്കൂർ സ്പീഡ് ബോട്ട് യാത്രയുണ്ട് ക്രാബ് ഐലൻഡിലേക്ക്. ഇപ്പോൾ നമ്മൾ വലതുഭാഗത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് പോർട്ടാണ്. വലിയ സ്റ്റാർട്ടിങ് കഴിഞ്ഞ ഉടനെ വലിയ പോർട്ടാണ്. വലിയ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണിത്. വലിയ ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. വളരെ വേഗത്തിലാണ് നമ്മുടെ സ്പീഡ് ബോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്ത് കിലോമീറ്റർ വിസ്തൃതിയിൽ അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മലേഷ്യയുടെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നട്ടെല്ലായിട്ട് ഈ ടെർമിനൽ പ്രവർത്തിക്കുന്നു എന്നതും വളരെ സവിശേഷതയുള്ള കാര്യമാണ്. എൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നത് നല്ല ഇടതൂർന്ന കണ്ടൽ കാടുകളാണ്. വളരെ മനോഹരമായ യാത്രയാണ്. സാഹസിക സഞ്ചാരികളായ ആളുകൾ മാത്രമാണ് സാധാരണ ക്രാബ് ഐലൻഡിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളുള്ളത് പോർട്ട് ക്ലാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന സവിശേഷമായ പോർട്ടാണ്. പോർട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഈ ക്രാബ് ഐലൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. മനോഹരമായ സ്ഥലമാണ്. വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ടാണ് നമുക്ക് തൂണുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തൂണ് മുട്ടും വിധത്തിൽ വെള്ളമായിരിക്കും. നിരവധി ബോട്ട് സർവീസുകൾ ഈ ഐലൻഡിലേക്കുണ്ട്. ഈ ഐലൻഡിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഐലൻഡിലേക്ക് നമ്മളിതാ വിവിധ സ്ഥലങ്ങളിൽ ഇതിന് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ആളുകൾക്ക് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ആ രൂപത്തിലാണ്. സാധാരണഗതിയിൽ 10 റിങ്കിറ്റ് അല്ലെങ്കിൽ 15 റിങ്കിറ്റൊക്കെയാണ് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് ചാർജ് വരുന്നത്. സ്പീഡ് ബോട്ടുകളും സ്പീഡ് കുറഞ്ഞ ബോട്ടുകളും ഉണ്ട്. ആളുകൾ സാധാരണഗതിയിൽ ക്രാബ് ഐലൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് വാട്ടർ വില്ലേജുകൾ എന്നാണ് ഇതിന് പറയാം. ഇപ്പോൾ വെള്ളം വേലിയിറക്കമായതുകൊണ്ടാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിന് സമാനമായി നിൽക്കും. ബോട്ടിൽ നേരിട്ടിറങ്ങാം. വളരെ സവിശേഷതയുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവർ. നമുക്ക് ആ ജീവിത കാഴ്ചയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. നട്ടുച്ച സമയമാണ്. എങ്കിൽ പോലും മനോഹരമായ നീലാകാശവും കുളിർക്കാറ്റും നമ്മെ തഴുകി തലോടുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഈ ദ്വീപിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാം കാൽ നാട്ടി ഉയർത്തിയ സ്ലാബുകൾക്ക് മുകളിലാണ് വീടുകളും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഉള്ളത്. നമ്മൾ ഇതാ സ്റ്റെപ്പ് കയറി ദ്വീപിലേക്ക് പ്രവേശിക്കുകയാണ്. വേലിയേറ്റത്തിൻ്റെ സാധ്യതയനുസരിച്ച് കൊണ്ട് വെള്ളം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ടാണ് പലപ്പോഴും ചളിയിലൊക്കെ നമ്മൾ ബോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ നിന്നൊരു ബോട്ട് ഇറങ്ങുന്ന കേന്ദ്രത്തിൽ ബോട്ട് ഇറങ്ങി നമ്മൾ ഐലൻഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ ഐലൻഡിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഇതുപോലുള്ള ചെറിയ കൊച്ചു വാഹനങ്ങൾ യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കാം. എല്ലാം സ്ലാബിന് മുകളിലൂടെയാണ് പോകുന്നത്. എല്ലാം ഹോട്ടലുകളും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും ക്ഷേത്രങ്ങളും പള്ളികളും പോലീസ് സ്റ്റേഷനും അനുബന്ധ സർക്കാർ സംവിധാനവും എല്ലാം കുറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർക്കൊക്കെ വേണ്ടിയുണ്ട്. പ്രധാനമായും ഞണ്ടുകളുടെ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില സർക്കാർ സ്ഥാപനങ്ങളാണ്. യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ റെൻറ്റിന് കിട്ടും. 1 മണിക്കൂറിന് 5 റിങ്കിറ്റാണ് ചെറിയ വാഹനങ്ങൾക്ക്. വ്യത്യസ്ത ഇൻറ്റിമേഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ വലതുഭാഗത്ത് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. മനോഹരമായ കാഴ്ചയാണ്. പോലു കെത്താം. ഇതാണ് ക്രാബ് ഐലൻഡിൽ നിർബന്ധമായി നമ്മളത് കാണണമല്ലോ. ഇത് ചൈനക്കാരുടെ വ്യത്യസ്ത തരത്തിലുള്ള ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ ഇവിടെ കാണാം. എൻ്റെ സുഹൃത്തുക്കളായ കോഴിക്കോട് നിന്നുള്ള സർജീസും അതുപോലെ തന്നെ ഹിജാസ് ബായും ഉണ്ട്. ഐലൻഡിലുള്ള ഒരു പള്ളിയിൽ ഞങ്ങൾ പ്രവേശിച്ചതാണ്. അവിടെ ഞങ്ങൾ
സംസാരിച്ചതിൻ്റെ ഭാഗമായി പരിചയപ്പെട്ടു. അവർക്ക് കാപ്പി കുടിച്ചേ ഞങ്ങൾ പോരാവൂ എന്ന നിർബന്ധമാണ്. നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും 2 നിലയുള്ള വളരെ സൗകര്യപ്രദമായ ഒരു പള്ളിയാണ്. നമസ്കരിക്കാനുള്ള സൗകര്യവും പ്രത്യേകമായ ഉടുപ്പുകളും ഡ്രസ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ അതിനായിട്ട് പ്രത്യേക കൗണ്ടറുകളും കോർണറുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മലേഷ്യക്കകത്തും പുറത്തുമുള്ള നിരവധി ഇസ്ലാമിക പ്രബോധകർ തബ്ലീഗിന്റെ ഭാഗമായി ഈ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട്. തബ്ലീഗിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മരത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. നമ്മൾ ഈ പള്ളിയുടെ ഒക്കെ പ്രത്യേകത, മലേഷ്യയിലെ പള്ളിയിലൊക്കെ പ്രത്യേകത, സ്ത്രീകൾ സഹോദരിമാർ കൂടി പള്ളിയിലേക്ക് വരുന്നു. അവർക്കൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യവും പ്രത്യേകമായ ഉടുപ്പുകളും ഡ്രസ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ അതിനായിട്ട് പ്രത്യേക കൗണ്ടറുകളും കോർണറുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറുതാണ്, വളരെ ലളിതമാണ്, മനോഹരമാണ്. നന്നായിട്ട് ഇതിനെ അവർ ഒരുക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം മരമാണ്. കാരണം നമ്മൾ ഇതിനടിയിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. നമുക്കറിയാം, അവിടെയുള്ള ഒരു മസ്ജിദാണ്. അല്പസമയം അറബിയിൽ ഈ മനുഷ്യരുമായി സംസാരിച്ചപ്പോൾ വലിയ സന്തോഷമായി. അവർ നമ്മൾ സൽക്കരിക്കുകയാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് കോഫി കുടിച്ചേ പോകാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് വേണ്ടി ഇൻസ്റ്റന്റ് കോഫി ഈ ഗ്രാബ് ആയിട്ട് അവർ ഉണ്ടാക്കി തരികയാണ്. വളരെ നമ്മൾ മുൻപിൽ അധികം സമയമില്ലാത്തതിനാൽ വേഗം കോഫി കഴിച്ച് ഇറങ്ങി. നമ്മൾ ഇതിനകത്തെ ചില കാഴ്ചകൾ, ദ്വീപിലെ കാഴ്ചകൾ കാണുകയാണ്. വാഹന ഗതാഗതത്തിന്, ചരക്ക് നീക്കത്തിന് ഉള്ള ശ്രമമാണ്. ഒരു പെട്ടി വീണ് പോയതാണ് അതിനിടയിൽ. ഒക്കെ വാഹനത്തിൽ ആളുകൾ കുട്ടികളെയൊക്കെ ആയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കും, യാത്ര ചെയ്യണം. സിംഗപ്പൂരിലും മലേഷ്യയിലും ഫ്രാൻസിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന കോഴിക്കോട്ടുകാരനായ സർജീസ് ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ ഇത്ര മനോഹരമായ കാഴ്ച ഒരുക്കിയതും അദ്ദേഹമാണ്. ആ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. ദീർഘകാലമായി അദ്ദേഹം ഈ മേഖലകളിലൊക്കെ ഉണ്ട്. ഇജാസ്ക, എൻ്റെ സ്നേഹിതൻ ഇജാസ്ക വളരെ മയക്കത്തിലേക്ക് നീങ്ങാണ്. അദ്ദേഹം സ്പീഡ് ബോട്ടിൻ്റെ ഏറ്റവും പിറകിലാണുള്ളത്. ആടിയുലഞ്ഞുകൊണ്ടാണ് ഈ സ്പീഡ് ബോട്ട് ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. ഇന്ന് രാത്രി തന്നെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. വളരെ സമയത്തെത്തണമെന്നുള്ള ഒരു ആകാംക്ഷ കൂടി. ഈ തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങളുടെ ബോട്ട് നയിക്കുന്നത് ചൈനീസ് വംശജനായ മലേഷ്യക്കാരനാണ്. അദ്ദേഹം ഞണ്ട് ദ്വീപിലേക്കുള്ള ഈ യാത്ര ഏറെ ഉദ്യോഗജനകവും ആവേശകരവുമായിരുന്നു.